ശ്രീ കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗം പ്രിയദർശനം എന്ന പേരിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കുവാനായുണ്ട്. ടീച്ചർ അതിൻ്റെ ആമുഖം ആദ്യമൊന്ന് വായിക്കാം. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് പാഠശാലയിൽ പോയവർ, സ്നേഹം പങ്കുവച്ചു വളർന്നവർ. എന്നാൽ ദിവാകരൻ സന്യാസത്തിൽ തൽപരനായി നാടുവിട്ടുപോയി. തൻ്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് വീട് വിട്ടിറങ്ങി പൊയ്കയിലേക്ക് എടുത്തു ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നതും തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സ്മരണകൾ പങ്കുവെക്കുന്നതുമാണ് പാഠഭാഗം. പ്രിയദർശനം. കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എൻ്റെ കഷ്ടകാലം അഖിലം കഴിഞ്ഞു, മുഴുവനായും എൻ്റെ കഷ്ടകാലം കഴിഞ്ഞു. എന്താണ് കാരണമെന്നോ? ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ. ദിഷ്ടം ഭാഗ്യം, വിധിയെന്നുണ്ട്, നമുക്കിവിടെ ഭാഗ്യമെന്നുള്ള അർത്ഥം. ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ, ഭാഗ്യം രൂപമെടുത്തു വന്നതുപോലെ ദൃഷ്ടനായി. ആരെ? ദൃഷ്ടനായി എന്ന് വെച്ചാൽ കാണുവാൻ കഴിഞ്ഞു. ആരെ? ഭവാനെ, ദിവാകരനെ. അതായത് ദിവാകരനെ ദർശിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒന്നുറപ്പാണ്, എൻ്റെ കഷ്ടകാലം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? നളിനിയുടെ വാക്കുകളാണ്. ശേഷം നളിനി ദിവാകരനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. അങ്ങയ്ക്ക് ഓർമ്മയില്ലേ, പണ്ട് അങ്ങയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ നളിനിയാണ് ഞാൻ. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെയേകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ. പ്രാണനോടെ എന്ന് വെച്ചാൽ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങയെ ഒന്ന് കാണണമെന്ന് ചിരമഹോ കൊതിച്ചു ഞാൻ. വളരെ കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് മാത്രമാണ്. മരിക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങയെ ഒന്ന് കാണുവാൻ കഴിയണം. അങ്ങനെ കേണുവാണിവിടെ, ഞാനിവിടെ അത് പ്രാർത്ഥിച്ച് കരഞ്ഞാണിവിടെ ജീവിച്ചത്. അങ്ങനെ കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയം ഒരിക്കലീശ്വരൻ. ഒരു കാര്യം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഈശ്വരൻ നമുക്ക് അത് തീർച്ചയായും സാധിച്ചു തരും. അതിന് തെളിവാണ് എനിക്കിപ്പോൾ എൻ്റെ പ്രിയനെ ദർശിക്കാൻ കഴിഞ്ഞത്. ദിവാകരൻ്റെ ദർശനം എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ഞാൻ സന്യാസിനിമാരുടെ കൂടെ കഴിഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സിൽ മൊത്തം ആസ്തയാൽ എന്തായിരുന്നു? ആസ്ത ആഗ്രഹം. ആഗ്രഹത്താൽ. എന്തിനോടുള്ള ആഗ്രഹം? അങ്ങേ ഒന്ന് കാണണം. അങ്ങനെ അങ്ങേ ഓർത്താണ് ഇഹ തപസ്സിൽ ഞാൻ വാണത്. ഇവിടെ ഞാൻ തപസ്സിൽ വാണത്. ധന്യയായി, ഇപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി തീർന്നിരിക്കുന്നു. കാരണം എന്താ? സപതി കാൺക മൂലം. ആരെ? സപതി പെട്ടെന്ന് കാൺക മൂലം. ആരെ? ആരെ കണ്ടത് മൂലം? ദിവാകരനെ കാൺക മൂലം. പിന്നെന്താ പറയുന്നേ? അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും. എനിക്ക് അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. അങ്ങനെ എൻ്റെ കഷ്ടകാലം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാഗ്യം എൻ്റെ മുൻപിൽ രൂപമെടുത്തു വന്ന് നിൽക്കുന്നു. ഇവിടെ കഴിഞ്ഞ കാലം അത്രയും എൻ്റെ പ്രാർത്ഥന ജീവനോടെ ഇരിക്കെ അങ്ങയെ ഒന്ന് കാണണം, അങ്ങയുടെ പാദങ്ങൾ ദർശിക്കണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അതെനിക്ക് ദൈവം സാധിച്ചു തന്നു.
അങ്ങനെ സന്യസിച്ച കാലം അത്രയും ഞാൻ ഓർത്തു കഴിഞ്ഞത് ഇതായതുകൊണ്ട് എനിക്കത് സാധിച്ചപ്പോൾ എൻ്റെ ജീവിതം ധന്യയായി, ഞാൻ ധന്യമായി. പക്ഷേ അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഏവമോദിയിടരാർന്നു കണ്ണുനീർത്തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാലീ വിധം വികലമാം സുഖോദയം. ഏവം ഓതി, ഇപ്രകാരം പറഞ്ഞ്, ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ, ദുഃഖിതയായി കണ്ണുനീർ തൂവിക്കൊണ്ട്, മൊഴി കുഴങ്ങി നിന്നവൾ, വാക്കുകൾ സംസാരിക്കാൻ പൂർണ്ണമായി പുറത്തേക്ക് വരുന്നില്ല, മൊഴി കുഴങ്ങുകയാണ്. എന്താണ് കാരണം? ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഒരുപാട് സ്നേഹിച്ചിരുന്നവർ ഒരിക്കൽ പിരിഞ്ഞതിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഇത്തരത്തിൽ വികലമായി പോകാം, ഒരു അപൂർണത സംഭവിക്കാം. കാരണം കൃത്യമായി വാക്കുകൾ കിട്ടിയെന്ന് വരില്ല. കണ്ണുനീർ വരാം, സന്തോഷം വരാം, സങ്കടം വരാം. അങ്ങനെ പലതരം ഭാവപ്രകടനങ്ങൾ മൂലം കൃത്യമായി ഒരു പൂർണ്ണത അവിടുത്തെ സംഭാഷണത്തിന്, സുഖത്തിന് കിട്ടിയെന്ന് വരില്ല. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം, പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ധീരനായ യതി, സന്യാസി ദിവാകരൻ, നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം, ആ തന്വിയുടെ, യുവതിയുടെ, സുന്ദരിയുടെ ആ കരഞ്ഞ് ചുമന്നിരിക്കുന്ന ആ മുഖം നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ആ മുഖം കണ്ടപ്പോൾ എന്തിനെയാണ് ഓർമ്മ വന്നത്? പൂരിതാഭയോടെ, വർദ്ധിച്ച ആഭ, ശോഭ, ഭംഗിയോടുകൂടി, ഉഷസ് പ്രഭാതം, അതിരാവിലെ, മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം, രാവിലെ പ്രഭാതത്തിൽ മഞ്ഞു വീണ് നിൽക്കുന്ന പനിനീർ പൂ പോലെയാണ്. കരഞ്ഞ് കലങ്ങി കണ്ണീരുമായി നിൽക്കുന്ന ആ നളിനിയുടെ മുഖം ദിവാകരനിൽ പനിനീർപ്പൂവിൻ്റെ ഓർമ്മയാണ് കൊണ്ടുവന്നത്.